വീട്ടിൽ കയറി നിരങ്ങുകയാണ് ഇഡി. എല്ലാം മുഖ്യമന്ത്രി വി ഡി സതീശൻ നരേന്ദ്രമോദിയെ കണ്ട ശേഷം. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച വെറുതെയല്ല, കൃത്യമായ ടാർഗറ്റും പ്ലാനുമെന്ന് ഉറപ്പ്. അഴിമതിയില്ലാത്ത കേരളം. അഴിമതി ചെയ്തവരെ പിടിച്ച് അകത്തിടുന്നു, ചോദ്യം ചെയ്യുന്നു. കേരളത്തെ ഇപ്പോൾ കഴുകി വൃത്തിയാക്കുകയാണ്. 10 വർഷമായ അഴിമതിയുടെ മാലിന്യം മൂടിയ കേരളത്തെ ഇഡിയും കേന്ദ്ര ഏജൻസിയും ഇനി വൃത്തിയാക്കും. ന്യായമായ എല്ലാ കാര്യത്തിലും മടിയിൽ കനമില്ലാത്ത VDS പിന്തുണയും നൽകും. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും മരുമകനും ബേപ്പൂർ MLA മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ വീടുകളിൽ ഇഡി പരിശോധന തകൃതിയായി തുടരുകയാണ് രാവിലെ മുതലേ തന്നെ. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലുമാണ് പരിശോധന നടക്കുന്നത്. പിണറായി വിജയൻ ഇഡി ചെല്ലുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിൽ അദ്ദേഹത്തിന്റെ, അതായത് 10 കൊല്ലം കേരളം ഭരിച്ച കേന്ദ്ര ഏജൻസികളെ പോലീസിനെ കൊണ്ട് ഭയപ്പെടുത്തി നിർത്തിയ മുൻ മുഖ്യമന്ത്രി ഒരു പ്രതിയുടെ പ്രതിച്ഛായയിൽ ഇഡിക്ക് മുന്നിൽ തല മാത്രമല്ല നടുവും വളച്ചു എന്ന് പറയാം. ഇഡിയുടെ കാര്യരൂപ ചോദ്യങ്ങൾക്കെല്ലാം പിണറായി, മകൾ വീണ, റിയാസ് എല്ലാം മണി പോലെ ഉത്തരം പറഞ്ഞേ തീരൂ. കാരണം പഴയ ഭരണ തണലില്ല, പോലീസില്ല, പത്രാസില്ല, പാർട്ടി പോലും കൂടെ പൂർണ്ണമായില്ല. ഒപ്പം ഭൂലോക തോൽവിയുടെ ക്ഷീണവും. റിയാസിന്റെ കോട്ടുള്ളിയിലെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്നിലധികം ഹർജികൾ വിജിലൻസ് കോടതികളും പിന്നീട് ഹൈക്കോടതിയും തള്ളിയിരുന്നു. എന്നാൽ നിലവിൽ ഈ കേസ് കേന്ദ്ര ഏജൻസികളായ ED, CBI, CDS ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നിവയുടെ പരിഗണനയിലായിരുന്നു. കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടൈൽസ് എന്ന സ്വകാര്യ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകി എന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത്.